ഹലോ, നമസ്കാരം. വീരം, വിശ്വാസം, വിവേകം, വലിമൈ, ഇപ്പോൾ ദാ വിടാമുയർച്ചി. മൊത്തത്തിൽ വി കൊണ്ടൊരു കളിയാണ് ഇത്. അറിയാതായി പോകുന്നതാണോ അതോ ഇതിൻ്റെ പുറകിൽ വേറെ വല്ലതും ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഞാൻ കുറച്ചായിട്ടത് ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. മൂപ്പരുടെ പടത്തിൽ കൂടുതലും വി 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 എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്ന സിനിമകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു തുനിവ് വന്നു, അത് മാത്രം ടീയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഏതായാലും ഇത്തവണ അജിത്ത് കലക്കണം, കലക്കിയേ പറ്റൂ. ഒരു കലക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സംഗതി അജിത്ത് ആള് അടിപൊളിയാണ്. മൂപ്പരുടെ സ്ക്രീൻ പ്രസൻസും സ്വാഗും സ്റ്റൈലും ആക്ടിങ്ങും എല്ലാം അടിപൊളിയാണ്. നല്ല രസമാണ് മൂപ്പര്. പക്ഷേ മൂപ്പര് ഈ അടുത്ത കാലത്തായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന സിനിമകളൊന്നും അത്ര കാര്യമായിട്ട് വലിയ സംഭവമായിട്ട് മാറുന്നില്ല എന്നുള്ളത് തന്നെയാണ് റിയാലിറ്റി. വീരം എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. വിശ്വാസവും വലിയ കുഴപ്പമില്ല. പക്ഷെ തുനിവും വലിമയൊക്കെ എനിക്ക് പേഴ്സണലി ശോകമായിട്ടാണ് തോന്നിയത്. ഇത് കേൾക്കുന്ന സമയത്ത് ഞാൻ മൂപ്പരുടെ ഹേറ്ററാണ് എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ഒരിക്കലും ഹേറ്ററല്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പുള്ളി ഭയങ്കര ഇഷ്ടമാണ്. മൂപ്പരെ ഗംഭീരമായിട്ട് ഗംഭീര സ്ക്രിപ്റ്റിൽ ഗംഭീര കഥാപാത്രത്തോടു കൂടിയിട്ടൊക്കെ ആയിട്ട് കാണാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഞാൻ മാത്രമായിരിക്കില്ല, സിനിമ ഇഷ്ടപ്പെടുന്ന ആരുടെയോ ഫാൻ ആയിക്കോട്ടെ, പക്ഷെ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല സ്ക്രിപ്റ്റ്, നല്ല കഥാപാത്രം, ഇത് ഒരു ഗംഭീര ആക്ടർ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് കാണാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? ആ ലെവലിൽ നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. അജിത്തിൻ്റെ കേസിൽ അങ്ങനൊരു വരവ് വളരെ അത്യാവശ്യമാണ്. സോ ആ ലെവലിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ വിടാമുയർച്ചി എന്തായാലും അങ്ങനെ ഉഷാറാവട്ടെ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടാ വിടാമുയർച്ചിയുടെ അപ്ഡേറ്റ് കണ്ട സമയത്ത്. എനിക്ക് ഇങ്ങനെ ടീസർ വരുന്നതിനെ കുറിച്ചിട്ടൊന്നും ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. എനിക്കറിയില്ലായിരുന്നു ഇന്ന് ഇങ്ങനെ ടീസർ വരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. ഞാൻ ഉറങ്ങാൻ പോവുമായിരുന്നു. ഉറങ്ങുന്നതിന് മുമ്പ് യൂട്യൂബ് തുറന്ന ഉടനെ ദേ കിടക്കണം വിടാമുയർച്ചി ടീസർ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ പിന്നെ ഇതും കൂടിയും കണ്ട് റിയാക്ട് ചെയ്തിട്ട് കിടന്നുറങ്ങാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഏതായാലും കാണാം. ഓക്കെ. അർജുൻ അങ്ങനെ സ്വാഗതം ഉണ്ടാവാം. മങ്കാത്തിക്ക് ശേഷം അജിത്തും അർജുനും തല 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 അനുവിധല്ലേ മ്യൂസിക് കഴിഞ്ഞ്. അജിത്തിന്റെ പടത്തിൽ ആദ്യമായിട്ടല്ല അനുവിധ മ്യൂസിക് കഴിഞ്ഞില്ല. ഡയലോഗ് ഓൺലൈൻ മ്യൂസിക് കൊള്ളാട്ടോ, പരിപാടി കൊള്ളാം. എന്തൊക്കെയോ ഉണ്ട് എന്നൊരു സൂചനയൊക്കെ വരുന്നുണ്ട്. ഇത് മൊത്തം മംഗള തൃഷ, അജിത്ത്, അർജുൻ. അജിത്ത് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചേസിങ് മസ്റ്റാണ് എന്ന ലെവലിലേക്ക് കഴിയുമ്പോൾ വലിമയിലുണ്ടായിരുന്നു. വലിമയിലുണ്ടായിരുന്നു, തുനിയിലുണ്ടായിരുന്നു. 2025 പരസ്യം. മൊത്തത്തിൽ ഈ ടീച്ചറിൻ്റെ അകത്ത് ഡയലോഗുകളൊന്നും ഇല്ലെങ്കിലും രസമുണ്ട്. മ്യൂസിക് മാത്രമേ ഉള്ളൂ. മ്യൂസിക്കും അജിത്തും ട്രിഷയും അർജുനും. കൂടുതലൊന്നും പറയുന്നില്ല, കാരണം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു അമിതമായ എക്സൈറ്റ്മെൻറ്റും അമിതമായ പ്രതീക്ഷകളെ കുറിച്ചിട്ടൊന്നും സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ടീസറോ ട്രെയിലറോ കണ്ടിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല. ഞാനെന്നല്ല, ആരും കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതൊക്കെ കൂടി തലയിൽ കയറ്റി വെച്ചിട്ട് പോയിട്ട് കണ്ടിട്ട് എങ്ങാനും എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ട് ഉയർന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് നിരാശ. സോ ഞാൻ എന്തായാലും അധികം
എന്താ പറയുക, ആർമാദിക്കാനോ നിലവിളിക്കാനോ ഒന്നും നിൽക്കുന്നില്ല. അടിപൊളി ആവട്ടെ, അജിത്തിൻ്റെ നല്ലൊരു സിനിമയായിട്ട് മാറട്ടെ. പിഴ മുയർച്ചി, അത് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. പുള്ളിക്ക് ഇപ്പോൾ നല്ലൊരു തിരിച്ചുവരവ് അത്യാവശ്യമാണ്. തിരിച്ചുവരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് എവിടെയും പോയിട്ടൊന്നുമില്ല. എന്നും ആ ഫാൻ ബേസും തല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു നല്ല സിനിമ വേണമല്ലോ, നല്ലൊരു സ്ക്രിപ്റ്റ്, നല്ല ഘനഗംഭീരമായ ഒരു സംഭവമൊക്കെ ആയിട്ട് അജിത്ത് വരണമല്ലോ. അജിത്തിനെ അങ്ങനെ കാണാൻ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. മങ്കാത്തയ്ക്ക് ശേഷം ഒരു പവർ സാധനം ആണ് കാത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മങ്കാത്ത ടീം തന്നെയാണ് അല്ലേ? എല്ലാവരും ഉണ്ട്, മങ്കാത്തയിലുള്ള മെയിൻ ടീമുകളൊക്കെ ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഉണ്ട്. അപ്പോൾ ഏതായാലും നന്നാവട്ടെ. അനിരുദ്ധാദ്യമായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു അജിത്തിൻ്റെ പടത്തിൽ. മ്യൂസിക്കൊക്കെ കൊള്ളാം, രസമുണ്ട്. ഓവറോൾ ടീച്ചർ കണ്ടോർത്തോളൊക്കെ രസമുണ്ട്. വിത്തൗട്ട് ഡയലോഗ് ടീച്ചർ കാണുന്ന സമയത്ത് തന്നെ ഒരു രസമുണ്ട്, ഒരു 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 സാധനം തരുന്നുണ്ട്. എന്തൊക്കെ ഉണ്ടെന്നുള്ളൊരു ഫീൽ എന്തായാലും തരുന്നുണ്ട്. അപ്പോൾ കലക്കട്ടെ. പിന്നെ എന്തൊക്കെയാണ്, കൂടുതലൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ അജിത്തിൻ്റെ അടുത്തൊരു പടം കൂടി വരുന്നുണ്ടല്ലോ, ഗുഡ് ബാഡ് അഗ്ലി. 2021 2 പടങ്ങളാണ് അജിത്തിൻ്റെ വരാൻ വേണ്ടി പോകുന്നത്. ഒന്ന് വിടാമുയർച്ചയും ഒന്ന് ഗുഡ് ബാഡ് അഗ്ലിയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പര് ബ്രേക്കാണ് പോകുന്നുണ്ട്. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അജിത്ത് അങ്ങനെയാണ്. അജിത്ത് അങ്ങനെ എന്താ അറിയില്ല, മൂപ്പരുടെ മെയിൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് തന്നെ കൂടുതലും മറ്റേ റേസിങ്ങും പരിപാടികളും അതിലേക്കാണെന്ന് തോന്നുന്നു മൂപ്പര് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സിനിമ പിന്നെ എപ്പോഴെങ്കിലൊക്കെ വന്ന് ചെയ്തിട്ട് പോവുക എന്നുള്ളൊരു മൈൻഡിലേക്ക് ആയതുകൊണ്ട് മൂപ്പര് ഓക്കെ, അതൊക്കെ മൂപ്പരുടെ ഇഷ്ടം. പക്ഷെ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം പടങ്ങൾ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. എന്തായാലും ഇടലിനാവട്ടെ. ഈ സ്ക്രിപ്റ്റിൻ്റെ കേസിലൊക്കെ സ്ക്രിപ്റ്റ് ഓഫ് കോഴ്സ് മാൻ, അതാണ് ഈ അജിത്തിൻ്റെ കേസിൽ. അജിത്തിൻ്റെ പഴയ സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, കിടിലൻ സാധനങ്ങളൊക്കെ ഉണ്ട്. വർലാർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സിനിമയൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അഭിനയ മുഹൂർത്തങ്ങളൊക്കെ ഉള്ള സിനിമ എന്നൊക്കെ നമ്മൾ പറയില്ല, അതിലല്ലേ മറ്റേ മൂപ്പര് 3-4 കഥാപാത്രമൊക്കെ ആയിട്ട് 3-4 രീതിയിലൊക്കെ വരുന്നത് നല്ല രസമുള്ളൊരു സിനിമയാണ്. ഒരു ഡാൻസറൊക്കെ ആയിട്ട് ഒരു സംഭവം, അത് രസമാണ്. അതിൻ്റെ അകത്ത് മൂപ്പരുടെ അഭിനയവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. മൂപ്പരുടെ പണ്ടത്തെ സിനിമകളൊക്കെ അടിപൊളിയായിരുന്നു. പണ്ടത്തെ സിനിമ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ അടിപൊളി സംഗതികളൊക്കെ മൂപ്പര് ചെയ്തിട്ടുണ്ട്. അഭിനയ പ്രാധാന്യമുള്ള സാധനങ്ങൾ മൂപ്പര് പണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അടുത്ത കാലത്തായിട്ട് മൊത്തത്തിൽ ഒരു സ്ക്രിപ്റ്റിൻ്റെ കേസിൽ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നൊരു സംഭവത്തിൽ എനിക്കറിയില്ല എന്താണ് വീക്കായി പോകുന്നത് എന്നുള്ളത്. വീരം ഓക്കെ, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. വിശ്വാസവും ഓക്കെ, ബ്ലോക്ക് ബസ്റ്ററായ സിനിമകളൊക്കെയാണ്. ബട്ട് സ്റ്റിൽ ഒരു കിടലൻ കഥ, ഒരു കിടലൻ കഥാപാത്രം എന്നുള്ള ലെവലിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള സ്ക്രിപ്റ്റിലേക്ക് പുള്ളി വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിടാമുയർച്ചയൊക്കെ അങ്ങനെ ആവട്ടെ, ഗുഡ് ബാഡ് അഗ്ലിയൊക്കെ അങ്ങനെ ആവട്ടെ, നല്ല സംഭവങ്ങളായി മാറട്ടെ. സ്റ്റാർഡം ഉണ്ടല്ലോ, അതാണ്. നല്ല സ്റ്റാർഡം ഉണ്ട്, സ്വാഗ് ഉണ്ട്, സ്റ്റൈലുണ്ട്, ഫാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല കഥയും കഥാപാത്രങ്ങളും കൂടി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഏകദേശമൊക്കെ ഫാൻസും ഹാപ്പിയാവും, സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഹാപ്പിയാവും. മങ്കാത്തേക്ക് ഇറങ്ങിയ സമയത്ത് എൻ്റെ പൊന്നോ മോനെ, അതൊരു 1.5 പാക്കേജ് സാധനമായിരുന്നു മങ്കാത്ത. ഞാനിപ്പോഴും ഇടയ്ക്ക് മറ്റേ സീന് കാണുമായിരുന്നിട്ട് മൂപ്പരിങ്ങനെ എന്താണ് സിഗരറ്റൊക്കെ വലിച്ചിട്ട് മറ്റേ ഒരു സീനില്ലേ, മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ടൊക്കെ ഉള്ളൊരു സീനൊക്കെ ഇല്ലേ, മൂപ്പര് ഇങ്ങനെ പ്ലാൻ ചെയ്യില്ലേ, ചെക്ക് മറ്റേ ചെസ് ബോർഡൊക്കെ വെച്ചിട്ട്. അത് ഞാൻ ഇടയ്ക്ക് ഇരുന്നിട്ട് കാണാറുണ്ട്. അതൊക്കെ എന്തൊരു സ്റ്റൈലാണ്, അത് എങ്ങനെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, എന്ത് സ്റ്റൈലായിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ആ BGM പരിപാടിയും, അതാണ്. നല്ല സ്ക്രിപ്റ്റൊക്കെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പര് ആ റേഞ്ച് പോവും. നല്ല സ്റ്റൈലല്ലേ, അതാണ്. അപ്പം അത് മതി, അങ്ങനെയുള്ള പരിപാടികളൊക്കെ വരണം. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കണത്. ഉഷാറാവട്ടെ. പിന്നെ ആരംഭം ഹിറ്റായോ ഇല്ല എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ ആരംഭത്തിൽ കുറേ ഐറ്റംസ് ഉണ്ട്. ആരംഭത്തിൽ മൂപ്പര് മറ്റേ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് മറ്റേ ലിഫ്റ്റൊക്കെ കയറി വരുന്നൊരു സീനൊക്കെ ഇല്ലേ, എസ്കലേറ്റർ കയറി വരുന്നൊരു സീന്. പിന്നെ ലിഫ്റ്റിൻ്റെ അകത്ത് നിന്നൊരു സീനുണ്ട്, മൂപ്പര് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കറുത്ത ഉടുപ്പൊക്കെ ഇട്ടിട്ട്. തുറക്കം പാടണം അങ്ങനെ നോക്കും, നല്ല സ്വാഗില്. അത് പിന്നെ അതേ സിനിമയിൽ തന്നെ എന്താണ്, ഒരു പോലീസ് പുള്ളിനെ പിക്ക് ചെയ്യാനെന്തോ വരുന്ന സമയത്ത് മൂപ്പരെ തോളത്തിങ്ങനെ കൈവയ്ക്കുന്ന സമയത്ത് മൂപ്പരിങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മ്യൂസിക് ആ സാധനം. അപ്പം അത് മൂപ്പരിങ്ങനെ നോക്കുന്ന സമയത്ത് എന്താണ്, ആ പോലീസുകാരുടെ മറ്റേ കൈയെടുക്കുന്നൊരു സീനൊക്കെ, അത് രസമാണെന്നേ. അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് മൂപ്പരുടെ, അടിപൊളിയാണ് മൂപ്പര്.
പക്ഷെ അതാണ് നല്ല സിനിമ, നല്ല കഥയുടെ ഭാഗമാണ്, നല്ല കഥാപാത്രങ്ങളൊക്കെ മൂപ്പർക്ക് കിട്ടണം. എന്നാൽ പിന്നെ പറക്കുന്ന പറഞ്ഞാൽ പറക്കും. അല്ലാതെ ഇപ്പം എന്താണ്, വീര ഓക്കെയാണ്. വിശ്വാസം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒരേ തരത്തിലുള്ള പരിപാടികളൊക്കെ തന്നെയാണ് അതും. ഇപ്പോൾ തുനിവ് വന്നു, തുനിവ് സ്ക്രിപ്റ്റൊക്കെ വീക്കാണ്. തുനിവ് വെറുതെ ഇങ്ങനെ അജിത്തിൻ്റെ സ്റ്റൈലൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ തുനുവിൻ്റെ അകത്ത്. പിന്നെ വലിമൈ, എൻ്റെ പൊന്നോ, വലിമൈ ഫാൻസുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എനിക്കറിയില്ല. വലിമയൊക്കെ എനിക്ക് വയ്യാണ്ട് ഇത് കണ്ടിട്ട് നല്ലതെന്ന് വിചാരിച്ചിട്ടായിരിക്കും അത്തരത്തിലുള്ള സ്ക്രിപ്റ്റൊക്കെ എടുക്കണത്. പക്ഷെ കാണുമ്പോൾ നമുക്ക് അജിത്തല്ലേ, അജിത്തിൻ്റെ ഇങ്ങനെ അല്ല നമ്മൾ നോക്കുന്ന പ്രതീക്ഷിക്കുന്നു. പിന്നെ ഏതാണ് വിവേകം. അയ്യോ, അത് ശിവയുടെ പടമല്ലേ. സൂര്യക്ക് ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട്, ഗംഗൂവിക്ക് ശേഷം ശിവ തീരുമാനമാക്കി കൊടുത്തിട്ടുണ്ട്. വിവേക് എടുത്തിട്ട് അജിത്തിന്റെ കാര്യം ചെറുതായിട്ടൊന്ന് തീരുമാനമാക്കി പുള്ളി. വിവേകൊക്കെ ജാതി പട. ഞാൻ വീണ്ടും പറഞ്ഞിട്ടാ, ഞാൻ സൂര്യ ഫാനാണ്. ഗംഗു വന്നപ്പോൾ പൊട്ട പടം തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഫാൻസിന്റെ രീതിയിൽ എന്നെ അളന്നിട്ട് അജിത്തിന്റെ കേസിൽ നമ്മൾ നെഗറ്റീവ് പറയണമെന്ന് വിചാരിക്കരുത്. അജിത്തിനെ എല്ലാം നെഗറ്റീവ് പറയണം. ഇപ്പോഴത്തെ അടുത്ത കാലത്ത് തിരഞ്ഞെടുത്ത സിനിമകളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ബോക്സ് ഓഫീസ് കളക്ഷൻ, ഐ എം ടോക്കിംഗ് അബൌട്ട് ഹിസ് സ്ക്രിപ്റ്റ് സെലക്ഷൻ. നമ്മൾ പ്രതീക്ഷിക്കുന്നതും കാര്യങ്ങളെക്കുറിച്ചിട്ട് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇത് അടിപൊളി ആവട്ടെ. വിടാമുയർച്ചയും ഗുഡ് ബാഡ് അഗിളിയൊക്കെ അടിപൊളി ആവട്ടെ. അജിത്ത് അല്ല അജിത് കുമാർ. കുറേ സാധനങ്ങളുണ്ടോ, ഏകനാണോ അനേകനാണോ ഏതായിരുന്നു അജിത്തിൻ്റെ ഒരു ചില സിനിമകളുടെ സീനുകൾ തന്നെ നമുക്കിങ്ങനെ ഓർമ്മയിൽ നിൽക്കും. മൂപ്പരുടെ സീൻ ഇങ്ങനെ പുക ഇങ്ങനെ പോകുന്നുണ്ടാവും, പുക ഇങ്ങനെ പോകും. അവിടെ മറ്റേ എന്താണ്, രണ്ട് നടിമാർ, അവരുടെ പേര് ഞാൻ പെട്ടെന്ന് വായിൽ വരുന്നില്ല. അവരിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ പുക മാത്രമേ കാണുള്ളൂ. അവരടുത്ത് പോയി നോക്കുന്ന സമയത്ത് ഇങ്ങനെ മറ്റേ മ്യൂസിക് ഒക്കെ വരും. അവിടെ അജിത്ത് നിൽക്കുന്നുണ്ടാവും സിഗരറ്റൊക്കെ വലിച്ചിട്ട്. അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഓർത്തെടുക്കാനാണെങ്കിൽ കുറേ സാധനങ്ങൾ മൂപ്പരുടെ സിനിമയിൽ തന്നെ ആക്ച്വലി ഉണ്ട്. അപ്പോൾ ആളൊക്കെ അടിപൊളിയാണ്. പക്ഷെ നല്ല സിനിമകൾ വരണം, അത്രേ ഉള്ളൂ.